അസ്സലാമു അലൈക്കും മുത്തുമണീസ്. റമളാൻ വന്ന ഡെയിലി പലഹാരങ്ങളും ജ്യൂസസും ഒക്കെ ആയിട്ടായിരിക്കും അല്ലേ നമ്മളിങ്ങനെ നമ്മൾ ഡേ പോവുക. അപ്പോൾ മന്ത്ലി അവസാനത്തിൽ നോക്കുമ്പോഴായിട്ടോ നന്നായിട്ട് വെയിറ്റും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ മന്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്സും ആയിട്ടാണ് ഡയറ്റ് പ്ലാനൊക്കെ ആയിട്ടാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്നത് അത്തായം. അത്തായത്തിന് നമ്മൾ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പല ആൾക്കാരും ഡയറ്റ് ചെയ്യണ ടൈമിൽ ഈ റമളാൻ മാസത്തിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അത്തായത്തിന് നീക്കാതെ ഇരിക്കുന്നുണ്ട്. അത് പൊട്ടത്തരാണ്. അത്തായം കഴിക്കൽ നിർബന്ധമാണ്. ഈ ഒരു അത്തായത്തിൻ്റെ ഒരു ഫുഡാണ് നമുക്ക് ഡേ മൊത്തം ഒരു എനർജി തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 2 ചപ്പാത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ റൈസ് യൂസ് ആക്കാം. 1 കപ്പ് ബ്രൗൺ റൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് 1 കപ്പ് ഓഫ് ഓട്സ്. അല്ല ഇനിയിപ്പോൾ ഇതൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട പിന്നെ 1 ഗ്ലാസ് പാല് അങ്ങനെയുള്ളതൊക്കെ ഇതാക്കാം. പിന്നെ വെള്ളം നിർബന്ധമായിട്ടും അത്താഴത്തിന് കുടിക്കണം. ഇതാണ് അത്താഴത്തിൻ്റെ ആ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഓവർനൈറ്റ് ഓട്സ് രാത്രിയിൽ നമുക്ക് ഓവർനൈറ്റ് ഓട്സിൻ്റെ ഒക്കെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ അത്താഴത്തിൻ്റെ ആ ടൈമിൽ കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മളധികം കാർബ് കുറക്കണതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസാക്കാൻ പറ്റില്ല. 2 ദോശ, പിന്നെ ഈ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കടലക്കറി, പിന്നെ അതേപോലെ പയർ കറി, ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ സംഭവങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞാലും നമ്മൾ എടുക്കുന്ന കടല, പയർ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വെജ് ഐറ്റംസ് കൂടുതലായിട്ട് ഇരിക്കുക. പിന്നെ വേറൊരു ഓപ്ഷന് നമുക്ക് സാലഡ്സ് കഴിക്കാം. ഇതാണ് നമ്മൾ അത്താഴത്തിൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ അത്താഴത്തിന് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇനി എന്തൊക്കെ ഫുഡ് കഴിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ നോമ്പ് തുറന്ന ടൈമിൽ ബാക്കി വന്നു കഴിഞ്ഞാൽ സമൂസ, കട്ട്ലേറ്റ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, നമ്മൾ അത്താഴത്തിന് കഴിക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് വെക്കണേ. അതുപോലെ ഡീപ്പായിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ്, പപ്പടം കാര്യങ്ങൾ അതൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ ചായ, കോഫി ഇതൊക്കെ നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അത് 1 ഗ്ലാസ്സിന്മേൽ ഒതുക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോവരുത്. പിന്നെ സാൾട്ടി ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ഉപ്പ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസൊക്കെ കുറക്കുക. ഇതാണ് നമ്മൾ അത്താഴത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന ടൈമിലാണ്. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഈത്തപ്പഴം വെച്ചുകൊണ്ട് നോമ്പ് തുറന്നു. ഈത്തപ്പഴം 1 2 എടുത്താൽ മതി. കാരണം അതിൽ എനർജി കുറച്ച് കൂടുതലാണ്. നമ്മൾ ഷുഗർ ഐറ്റം എല്ലാം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഈത്തപ്പഴം കഴിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കൂടുതലായിട്ട് അത് ഫോക്കസ് ചെയ്യണില്ല. പിന്നെ ഈത്തപ്പഴം കഴിച്ചെങ്ങാണ്ട് നമ്മൾ നോമ്പ് തുറന്ന് അതിന് ശേഷം വെള്ളം നിർബന്ധമാണ്. സാധാ നോർമൽ വാട്ടർ കുടിച്ചതിന് ശേഷം നമ്മൾ ഷുഗർ ഐറ്റംസ് ഉള്ള വെള്ളങ്ങളായിരിക്കും അടുത്തത്. നമ്മൾ ജ്യൂസ്, പിന്നെ അതേപോലെ നാരങ്ങ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അടുത്ത സ്റ്റെപ്പ്. പക്ഷേ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തടി കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഏത് ജ്യൂസാണോ നിങ്ങൾ കുടിക്കണമെന്ന് വെച്ചെങ്കിൽ ആർട്ടിഫിഷ്യൽ പഞ്ചസാര ഇടാത്ത, ഷുഗർ ഇടാത്ത ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് എടുക്കണം. നമ്മൾ മഗ്‌രിബ് ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം. പിന്നെ ഇവിടെ ഫ്രൈഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ഫ്രൈഡ് ഐറ്റംസ് എല്ലാ ഡേയിലും കഴിക്കാതിരിക്കലാണ് നല്ലത്. ആഴ്ചയിൽ 1 2 പ്രാവശ്യം കഴിച്ചാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് ഒരു ഇത് വരുന്നില്ലല്ലോ. ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ കുറക്കുകയാണ് നല്ലത്. ആഴ്ചയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ആഴ്ചയിൽ 1 2 പ്രാവശ്യമായിട്ട് നിങ്ങൾ കഴിക്കുക.
അതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈത്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ച് പിന്നെ നമ്മൾ മധുരമില്ലാത്ത കുറച്ച് മധുരം ആർട്ടിഫിഷ്യൽ ഷുഗർ കുറച്ച് കമ്മിയാക്കിയിട്ടില്ല ആ ഒരു വെള്ളവും കുടിച്ച് ജ്യൂസ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ജ്യൂസ് നിങ്ങൾക്ക് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ അതേ ഒരു ഷുഗർ ആഡാക്കാത്ത ഫ്രൂട്ട് ജ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. നാച്ചുറൽ ഷുഗറില്ല ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കുടിക്കാം. ഫ്രൈഡ് ഐറ്റംസ് കുറച്ചിന് ശേഷം നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മെയിൻ മീൽ കഴിക്കുന്നത്. ഇനി മെയിൻ മീലിൽ നമ്മളെന്താണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. മെയിൻ മീലിൽ നമുക്ക് ഫിഷ് എടുക്കുക. ഫിഷ് കറി ആയിട്ടാണെങ്കിൽ എടുക്കുക. എന്താണ് ഷാലോ ഫ്രൈ ചെയ്ത നമ്മളെ ഫിഷ് എടുക്കുക. പിന്നെ ഓവനിൽ കുക്ക് ചെയ്തത് എടുക്കുക. പിന്നെ അതേപോലെ ഫിഷ് മാത്രമല്ല, നമുക്ക് അതിൽ ചിക്കന്, മീറ്റ്, എന്ത് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഒരു ബൗള് കഴിക്കാം. അതിൽ സൈഡായിട്ട് നമുക്ക് ചപ്പാത്തിയോ ഇനി നമ്മൾ കാർബായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ടാവുക പത്തിരി, പിന്നെ അതേപോലെ നൂൽപുട്ട്, അങ്ങനെ ദോശ, ഇതൊക്കെ കാർബ് ഐറ്റംസിൽ വരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ദോശയാണെന്നുണ്ടെങ്കിൽ 2, പത്തിരി ആണെന്നുണ്ടെങ്കിൽ 1, 2, 3 നിങ്ങൾക്ക് എടുക്കുക. പിന്നെ അതേപോലെ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക, ഹെവി ആയിട്ട് എടുക്കണ്ട. പിന്നെ ഇവിടെ നമുക്ക് ചപ്പാത്തി എഗ് റോളൊക്കെ ആക്കിയിട്ട് കഴിക്കുക. നമ്മൾ നോർമലി കഴിക്കണതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സാലഡ്സൊക്കെ യൂസ് ആക്കിയിട്ട് ഈ ഒരു പോർഷനിൽ ഇവിടെയാണല്ലോ നമുക്ക് ഹെവി ആയിട്ട് നമ്മൾ കഴിക്കണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമ്മളെ വയറ് ഫില്ലാവണം, എന്നാലും കൂടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കാർബും കാര്യങ്ങളും പിന്നെ എണ്ണ ഐറ്റംസുകളും നമ്മളെ ശരീരത്തേക്ക് കൊണ്ടുവരും ചെയ്യരുത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമ്മൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് എടുക്കാമെന്ന്. ഇവിടെ നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ എടുക്കാം. കാർബ് കുറച്ചിട്ട് പ്രോട്ടീൻ എടുക്കുക. അപ്പം നമ്മൾ ചിക്കനൊക്കെ ഓവനിൽ വെച്ചെങ്ങാണ്ട് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ കറി ആയിട്ടോ ഫിഷ് കറി ആയിട്ടോ തേങ്ങ അരച്ചത് കുറച്ചെങ്ങാണ്ടില്ലേ കറീസ് നമുക്ക് യൂസ് ചെയ്യാം. സാലഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് യൂസാക്കാം. ഇതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം നിങ്ങൾ ഇതേപോലെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ 10 കിലോനെങ്കിലും നിങ്ങൾക്ക് കുറക്കാം. കാരണം വെച്ചാൽ നമ്മൾ വെയിറ്റ് കൂടുന്ന സംഭവങ്ങളാണ് പ്രോട്ടീന്. പിന്നെ അതേപോലെ പ്രോട്ടീൻ നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ പ്രോട്ടീൻ അധികം കഴിക്കണം. പ്രോട്ടീൻ ഫുള്ളായിട്ട് ഒഴിവാക്കുക എന്നല്ല പറയുന്നത്, നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിക്കുക. നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എണ്ണ കാര്യങ്ങൾ, ഷുഗറി ഐറ്റംസ് ഇതൊക്കെ ഒന്ന് കുറച്ച്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അത്താഴത്തിൻ്റെ ആണെങ്കിലും പിന്നെ നമ്മൾ നോമ്പ് തുറ, പിന്നെ അതേപോലെ നമ്മളെ ഈ മെയിൻ മീലും ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഡയറ്റിൻ്റെ പ്ലാന്, അതായത് ഇങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ശരിക്കുള്ള ആ ഒരു റെസിപ്പീസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരിതാണ് നമുക്ക് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനൊന്നും വല്ലാതെ എനർജി ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കുക എപ്പോഴാണ്, നോമ്പ് തുറന്നതിന് ശേഷമാണ് നമുക്ക് ബോഡിക്ക് ഒരു എനർജി ഇല്ലാതിരിക്കുക. നമുക്ക് ദാഹവും കാര്യങ്ങളും ഉണ്ടെങ്കിലും കൂടിയിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ബോഡി നമുക്ക് റെസ്റ്റ് വേണം എന്നില്ല ഒരു കണ്ടീഷനിലേക്ക് പോവും. അതെന്തുകൊണ്ടാണ്, നന്നായിട്ട് നമ്മൾ ഷുഗറി ഐറ്റംസും പിന്നെ അതേപോലെ എണ്ണ പലഹാരങ്ങളും പിന്നെ നമ്മളെ മെയിൻ മീലൊക്കെ നന്നായിട്ട് അടിച്ചു മാറും. നമ്മൾ 10 പത്തിരിയും അതിക്ക് ചിക്കൻ കറി ആണെങ്കിൽ അത് നമ്മളെ ബീഫ് കറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കും. അടിച്ചു മാറി കഴിച്ചതുകൊണ്ട് നമുക്ക് ബോഡി എന്തായാലും പറയും എനിക്ക് റെസ്റ്റ് വേണമെന്ന് പറയും. ബോഡി നമുക്കൊരു ഉറക്കത്തിൻ്റെ ഒരു ഫീലൊക്കെ വരും. പക്ഷേ നമ്മൾ ഈ ഒരു പോലെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താവും, നമ്മളെ ബോഡി റെസ്റ്റ് വേണമെന്ന് പറയില്ല. അപ്പോൾ നമുക്ക് അവിടെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കുക. വീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തറാവി നിസ്കരിക്കുമല്ലോ. തറാവിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സസൈസാണ്.
ഇവിടെ നമുക്ക് മെയിൻ മീലിൽ നമുക്ക് സാലഡ്സിൽ കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, ഇങ്ങനെ നമ്മൾ ചപ്പാത്തി റോളൊക്കെ ആക്കിയിട്ടൊക്കെ കഴിക്കുമല്ലോ. പിന്നെ എഗ്ഗ് വെച്ചിട്ടൊക്കെ റോളാക്കിയിട്ടൊക്കെ കഴിക്കണ ഓരോ ഇതുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതാക്കാം. നമ്മൾ സ്ഥിരം യൂസ് ആക്കണ പത്തിരി, ചപ്പാത്തി, നൂൽപുട്ട്, ചപ്പാത്തി ഓക്കെ, നൂൽപുട്ട്, പിന്നെ അതേപോലെ പുട്ട്, അങ്ങനെ ദോശ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, അതിപ്പോൾ നമ്മൾ ഡെയിലി നോമ്പിന് മുമ്പ് നമ്മൾ ഡെയിലി രാവിലെ നമുക്ക് മോർണിംഗിന് കഴിക്കണതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കണതാണ്. അതിന് നേരെ ഒരു ഇതിൽ നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വെയിറ്റ് കുറയുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമുക്ക് അത്താഴത്തിൻ്റെ ഭാഗത്ത് ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ പഴം കഴിക്കുക, പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്ക് തടി നന്നായിട്ട് കുറക്കാൻ പറ്റണതാണ്. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ലുക്കാവുക. ചെക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മൊഞ്ചായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോവുക. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല മെഹന്തിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നല്ല പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.